പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന ആക്രാന്തത്തിൽ ആളുകൾ ചെന്നുകൂടിയ ഈ ഈ തട്ടിപ്പിൽ അനന്തു കൃഷ്ണൻ, അതായത് മുഖ്യപ്രതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായതിനു പിന്നാലെ കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ തെളിവെടുപ്പ് നടത്തുമെന്ന് ഈ അനന്തകൃഷ്ണൻ കൂടി അവിടെ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ്. പ്രതിയുടെ കൊച്ചി കടവന്ത്രയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തെളിവെടുപ്പ് നടക്കുക. കേസിൽ പ്രതിയായ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഹർജി പരിഗണിക്കുക. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ശ്യാംകുമാർ, ഈ തട്ടിപ്പുകാരെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം ഇങ്ങനെ പകുതി വിലയ്ക്ക് സാധനം കിട്ടുമ്പോൾ ഓടിക്കൂടിയ ആയിരങ്ങളുണ്ടല്ലോ, ആ ആയിരങ്ങളും ഇതിൽ പ്രതികളാണ് ശരിക്കും. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അനന്തുകൃഷ്ണന്റെ 2 സ്ഥാപനങ്ങളിൽ തെളിവെടുപ്പ് നടത്താനാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ നാളെ രാവിലെ 10 മണിയോടുകൂടി അനന്തുകൃഷ്ണനെ തിരികെ മൂവാറ്റുപുഴ കോടതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ നിന്ന് തിരികെ നൽകേണ്ടതുണ്ട്. അതിനു മുൻപ് വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെ പൂർത്തിയാക്കാൻ പാടുപെടുകയാണ് ഉദ്യോഗസ്ഥർ. 50,000-ലധികം രേഖകളാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലിരിക്കുന്നത്. ഈ പരാതികൾ വായിച്ചു തീർക്കാൻ തന്നെ ഒരാഴ്ചയിലധികം സമയം വേണ്ടിവരുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പരാതികളും അങ്ങോട്ട് എത്തുന്നുണ്ട്. ഏതായാലും അനന്തകൃഷ്ണനെ ഉറപ്പായും കൂടുതൽ ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചിന് കസ്റ്റഡിയിൽ വേണ്ടിവരും. അതിന് വീണ്ടും കോടതി അവർ സമീപിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകും. SKN പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പരാതികൾ വരുന്നുണ്ട്, പരാതിക്കാർ വരുന്നുണ്ട്. തട്ടിപ്പിന് ഏതായാലും ഇരയായി, ഇനി കിട്ടാനുള്ള പൈസയെങ്കിലും കിട്ടട്ടെ എന്നുള്ളതാണ് ഈ പരാതിക്കാർ പറയുന്നത്. അതേസമയം ഈ കേസിലെ NGO ഫെഡറേഷൻ ഉൾപ്പെടെ രൂപീകരിച്ച അനന്തുകുമാറിന്റെ ബന്ധപ്പെട്ട് ഉള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. പക്ഷേ ആ ജാമ്യത്തെ ശക്തമായി എതിർക്കാനുള്ള തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നുള്ളതായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം തന്നെ പറയുന്നത്. ഏതായാലും കസ്റ്റഡി അപേക്ഷയും തെളിവെടുപ്പും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇന്നിപ്പോൾ നടക്കും. അല്പസമയത്തിനകം അനന്തുകൃഷ്ണനെ ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് വിവിധ സ്ഥാപനങ്ങളിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. തോമസ് കുട്ടി പറയുന്നു SKN റെസ്റ്റിന് സമയമായില്ല, പിന്നെ ഈ വീട്ടിലങ്ങ് ഇരുന്ന് പോയാൽ അങ്ങ് ഇരുന്ന് പോകുമെന്നാണ് പറയുന്നത്. സമീർ കണ്ണോത്ത് SKN വീട്ടിലിരിക്കരുത്, ഇരുന്നാലേ പിന്നെ അവിടെ തന്നെ ഇരുന്നേ പോകൂ, അതും പറയുന്നുണ്ട്. കുറച്ചു കാലം കൂടി ഇങ്ങോട്ടൊക്കെ വേണമെന്നാണ് പറയുന്നത്. സീന മുഹമ്മദ് പാതിവില തട്ടിപ്പിനെ കുറിച്ചുള്ള സന്ദേശം അയച്ചത് കിട്ടി. അപ്പോൾ എന്തായാലും ഈ പാതിവില തട്ടിപ്പ് നമുക്കൊരു മാതൃകയാക്കി മാറ്റണം. അതായത് ഇങ്ങനെ നമുക്ക് സൗജന്യങ്ങൾ ലഭിക്കുന്നു എന്നറിയുമ്പോൾ നമ്മൾ ചാടി വീഴരുത്. കാരണം മലയാളികൾക്ക് അങ്ങനെ ഒരു ശ്രമമുണ്ട്. എന്തെങ്കിലും ഈ കട കാലിയാക്കുന്നു എന്ന് പറഞ്ഞാൽ കുതിര എടുക്കാനുള്ള ആൾ കയറും അവിടെ. ഒരു കട കാലിയാക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാർ ചെല്ലണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അത്രയുള്ള ആൾക്കാർ എന്തെങ്കിലും സൗജന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കമന്ന് വീഴും. എന്താണെന്നറിയില്ല മലയാളിക്ക് പറ്റുന്നത്. കാര്യം നിങ്ങൾ ഒരുപാട് സൗജന്യം തരുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു ചതിക്കുഴി ഉണ്ടാകും. ആ കുഴിയിൽ മൂത്ത കുത്തി വീഴരുത്.